ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ സൂര്യനെപ്പോലെ ജ്വലിക്കണം. നിങ്ങളുടെ ഉള്ളിലെ കഴിവും കർമ്മശേഷിയും ജ്വലിപ്പിച്ചുകൊണ്ട് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ നിങ്ങൾക്കാകും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 100% ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. എന്താണ് ഗ്യാരണ്ടി? 1 മാർക്കിനെങ്കിലും ഇന്ന് പഠിപ്പിക്കുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും എന്നത് 100% സത്യമാണ്. 1 മാർക്ക് എങ്കിലും എന്നാണ് ഞാൻ പറഞ്ഞത്. 1-ലധികം മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കുഞ്ഞു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിലിമിനറി ടോപ്പിക്കുകളിൽ ഉൾപ്പെട്ട ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആമുഖം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് അതിലെ 3 പ്രീവിയസ് ചോദ്യങ്ങൾ നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ക്ലാസ്സിലേക്ക് കടക്കും. ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയില്ല ഇപ്പോൾ, കാരണം ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വയം കണ്ടെത്താനാകും. അഥവാ കണ്ടെത്താനായില്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞാൻ. നോക്കൂ, നിങ്ങൾ ആദ്യം 3 ചോദ്യങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ക്ലാസ്സിലേക്ക് കടക്കുക. നോക്കാം, നമ്മൾ പഠിക്കുന്നത് ആമുഖമാണ്. ഇതിലെ ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഇത് 3. ചോദ്യപേപ്പറിൽ നിന്ന് എടുത്താണ്, അതുകൊണ്ടാണ് 22 ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കാണുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചോദ്യം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ നോക്കും 22. അതെന്തേ? അത് ഒരു ചോദ്യ പേപ്പറിലെ 22ാമത് ചോദ്യമായിരുന്നു ഇത്. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? എ, ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. കേൾക്കുമ്പോൾ എല്ലാം ഒന്നുപോലെയൊക്കെ തോന്നും. പക്ഷേ ഈ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ പറയും ഇതിൻ്റെ ഉത്തരം എന്താണ് എന്ന്. ഒരുപക്ഷെ ഇപ്പം തന്നെ അറിയാവുന്നവരുണ്ടാകാം. വെയിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഇതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഉറപ്പ് പറയുന്നു, ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളിതിൻ്റെ ആൻസർ ചെയ്തിരിക്കും. ക്ലിയർ അല്ലേ? ചോദ്യം ഒന്ന് പരിചയപ്പെടുക. കാരണം ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇന്ന രീതിയിലാണ് ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതും നോക്കൂ, 2024 LD ക്ലർക്കിന് ഇടുക്കി മലപ്പുറം ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെയാണ് LD ചോദിച്ചതിനടുത്ത് LPUPക്ക് ചോദിക്കും, LPUPക്ക് ചോദിച്ച LDക്ക് ചോദിക്കും, അതിനടുത്ത് നമ്മുടെ +2 ലെവൽ പരീക്ഷ ചോദിക്കും. ഇതൊക്കെ PSCയുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് എല്ലാം പഠിച്ചു തന്നെ പോകണം. പ്രീവിയസ് ചോദ്യങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങളുടെ ഒരു സെഷൻ സെപ്പറേറ്റ് ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ വിശകലനം ചെയ്യാം. എങ്കിലും ഇതൊന്ന് കണ്ടു നോക്കൂ. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിനു ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. 2, അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. 3, നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. 4, ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. ഓപ്ഷൻ നോക്കുക, ആൻസർ കണ്ടെത്തുക. കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഈ ക്ലാസ് കാണുക. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദ്യത്തിലേക്കൊന്ന് തിരിച്ചു വന്ന് നോക്കുക. ഈസിയായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും, ഞാൻ ഉറപ്പ് പറയുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമുക്കൊന്ന് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യം, ഇതാദ്യം പറഞ്ഞ ചോദ്യത്തിന് സമാനമാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക്, പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, 3 സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. നോക്കിയിട്ട് ഉത്തരം പറയാൻ
ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നന്നായി ഈ ചോദ്യങ്ങൾ വായിക്കുക. ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുമ്പോഴുള്ള ഗുണം എന്തെന്നറിയോ? ഇത് കഴിഞ്ഞ 2024 ചോദിച്ച ചോദ്യമാണ്, PSCയുടെ ചോദ്യമാണ്, അല്ലാതെ നമ്മളുണ്ടാക്കിയ ചോദ്യമല്ല. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇന്ന രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും. ചോദ്യത്തിലെ വാരിക്കുഴികൾ ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അതൊക്കെ മനസ്സിലാക്കി പോകണം. നമ്മുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കി തരും. കാരണം ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ആ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങൾ, അതിൻ്റെ MCQ, അതുപോലെ തന്നെ നമ്മുടെ SCRT NCERT സിലബസിലെ പോയിന്റുകൾ, ഇതൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ സമഗ്രമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രയോജനപ്രദമാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. ഭരണഘടന പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയായ ആമുഖത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്താണ് ആമുഖം? നിങ്ങൾക്കറിയാം, ഏതൊരു പുസ്തകമെടുത്താലും അതിനൊരു ആമുഖമുണ്ടാവും. പ്രിഫൈസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ആ ആമുഖം എന്ന് പറയുന്നത് എന്തായിരിക്കാം അവിടെ പ്രതിപാദിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ആ പുസ്തകത്തിൽ എന്ത് കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്, ആ കാര്യത്തെ, ആ പുസ്തകത്തിലെ പ്രതിപാദ്യത്തെ ഒന്ന് ചുരുക്കി പ്രദർശിപ്പിക്കുന്ന ഭാഗമല്ലേ ആമുഖമെന്ന് പറയുന്നത്? ഏതൊരു പുസ്തകമെടുത്താലും അതിൻ്റെ ആമുഖം വായിക്കുമ്പോൾ ആ പുസ്തകം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത്, ആ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അതല്ലേ ഈ പ്രിഫൈസ് എന്ന് പറയുന്ന ആമുഖം എല്ലാ പുസ്തകങ്ങളിലും? അത് തന്നെയാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖവും. അതായത് ദി പ്രിഫൈസ് വിത്ത് വിച്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ് ഈസ് ടെക്നിക്കലി നോൺ ആസ് പ്രിയാമ്പിൾ അല്ലേ? അതായത് നമ്മുടെ ഭരണഘടനയുടെ തുടക്കം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് ആമുഖം. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമേത്? ആമുഖം. തെറ്റില്ലല്ലോ? ഇനി അതൊരു ചോദ്യമായി തന്നെ പഠിച്ചു വെച്ചോളുക. ഓരോ പോയിന്റ് ഓരോ ചോദ്യമായിട്ട് തന്നെ പഠിക്കുക. ആമുഖം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി? ആമുഖം എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി? നിങ്ങൾക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കടം കൊണ്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടനയാണ്. വിവിധ ആശയങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അത് ഉൾപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആശയം പഠിക്കുമ്പോഴും ആ ആശയം നമ്മൾ എവിടെ നിന്ന് കടം വാങ്ങി എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ കടം വാങ്ങൽ സോഴ്സിൽ നിന്ന് 1 മാർക്കിന് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. അപ്പം നമുക്ക് ആ കടം വാങ്ങൽ സോഴ്സ് കൂടി ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാം. എങ്ങനെ? ഇപ്പം USA നിന്നാണ് ആമുഖം കടം വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മളൊരു ലിസ്റ്റ് മനസ്സിൽ കൊണ്ടുവരിക. USA നിന്ന് അഥവാ അമേരിക്കയിൽ നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ചിലപ്പോൾ ആൻസറിൽ USA എന്നായിരിക്കും ആൻസർ വരുന്നത്, ചിലപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എന്നായിരിക്കും വരുന്നത്. രണ്ടും ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഉടനെ നിങ്ങൾ പഠിക്കുക, അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാനൊന്ന് പറയാം. വളരെ വ്യക്തതയോടുകൂടി കേട്ടിട്ട് അതൊന്ന് കുറിച്ച് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള പ്രധാന ആശയങ്ങൾ. ആദ്യം നിങ്ങൾ പറയേണ്ടത് ഇത് തന്നെയാണ്, ആമുഖം, പ്രിയാമ്പിൾ. ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും അടുത്തതാണ് മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മളിത് വിശദമായി പഠിക്കും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം, മൗലികാവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുമ്പം ഹൈക്കോടതി, സുപ്രീം കോടതി ഒക്കെ എവിടുന്ന് കടം വാങ്ങിയ ആശയങ്ങൾ തന്നെയാണ് USA നിന്ന്. ജുഡീഷ്യൽ റിവ്യൂ പവർ, അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ജുഡീഷ്യൽ റിവ്യൂ പവർ, മൗലികാവകാശങ്ങളൊക്കെ പഠിക്കുമ്പോൾ വിശദമായി നമ്മൾ പഠിക്കും. എങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ
അതൊന്ന് ചെറുതായിട്ട് പറയാം. അതായത് പാർലമെൻറ്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതിയുടെ അധികാരത്തിൻ്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. നിയമങ്ങൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നതിനെ റിവ്യൂ ചെയ്യാനുള്ള കോടതിയുടെ അധികാരം. ആ ആശയവും നമ്മൾ കടം വാങ്ങിയത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പം പാർലമെൻറ്റ് ആണല്ലോ നിയമം നിർമ്മിക്കുന്നത്, സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണല്ലോ നിയമം നിർമ്മിക്കുന്നത്. ആ നിയമങ്ങൾ ഭരണഘടനാപരമായിരിക്കണം. അങ്ങനെയാണോ എന്ന് കോടതി പരിശോധിക്കും. ഇനി ഭരണഘടനാപരമല്ലെങ്കിലോ ആ നിയമത്തെ റദ്ദാക്കാനും കോടതിക്ക് അധികാരമുണ്ട്. കോടതിയുടെ ഈ വിശേഷ അധികാരത്തിൻ്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. പിന്നീട് നമ്മൾ വിശദമായി പഠിക്കും. ഇപ്പോൾ ആ പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന ആശയവും ഇന്ത്യ കടം വാങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത ഒരെണ്ണവും കൂടെ ഓർത്തോളൂ, ഇംപീച്ച്മെൻറ്റ്. രാഷ്ട്രപതിയൊക്കെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന രാഷ്ട്രപതി, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതി ജഡ്ജിമാർ, ഇവരെയൊക്കെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയുടെ പേരാണ് ഇംപീച്ച്മെൻറ്റ്. ആക്ഷേപ വിചാരണ നടത്തി പുറത്താക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആക്ഷേപ വിചാരണ അല്ലേ. അപ്പോൾ ഇംപീച്ച്മെൻറ്റ് നടപടിയും ആ ആശയവും കടം വാങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്. തീർന്നില്ല. ലിഖിത ഭരണഘടന എന്ന ആശയം. ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയാണ്, ലിഖിത ഭരണഘടനയാണ് അല്ലേ. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടന അഥവാ ലിഖിത ഭരണഘടന എന്ന ആശയവും ഇന്ത്യ കടം വാങ്ങിയത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. കഴിഞ്ഞില്ല. ഉപരാഷ്ട്രപതിയുടെ ധർമ്മങ്ങൾ, വൈസ് പ്രസിഡന്റിൻ്റെ ചുമതലകൾ, മറ്റുമൊക്കെ നമ്മൾ കടം വാങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും USA നിന്ന് കടം വാങ്ങിയത് ഒന്ന് പഠിച്ചു വെച്ചുകൊള്ളുക. ഇതിൽ നിന്നൊരെണ്ണം എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. USA നിന്നാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ USA നിന്ന് കടം വാങ്ങിയത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആമുഖം, മൗലികാവകാശങ്ങൾ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ പവർ, ഇംപീച്ച്മെൻറ്റ്, ലിഖിത ഭരണഘടന, ഉപരാഷ്ട്രപതിയുടെ ധർമ്മങ്ങൾ എക്സെട്ര. ഇത്രയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോളുക. ക്ലിയർ അല്ലേ? അപ്പോൾ അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഭാഗമാണ് ആമുഖം. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നറിയണമെങ്കിൽ ആമുഖം പരിശോധിച്ചാൽ കഴിയും എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഇനി നോക്കുക. നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് ആമുഖം എന്ന ആശയം നമ്മൾ കടം വാങ്ങി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമേരിക്കൻ ഭരണഘടനയിൽ കിടക്കുന്ന ആമുഖത്തെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് നടപ്പാക്കിയെന്നല്ല. നമ്മളൊരു ആശയം മാത്രമേ ഇങ്ങെടുക്കുകയുള്ളൂ. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളിവിടെ അതിനു വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകിച്ച് നമ്മുടേതായ രീതിക്ക് തയ്യാറാക്കിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ആമുഖത്തിന് വേണ്ടി ഒരു ലക്ഷ്യപ്രമേയം, ആ വാക്ക് ശ്രദ്ധിക്കണേ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ആമുഖത്തിന് അടിസ്ഥാനമായ ഒരു ലക്ഷ്യപ്രമേയം ഒരു വ്യക്തി എഴുതി തയ്യാറാക്കുകയാണ്. എന്നിട്ട് അത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങി. അങ്ങനെയാണ് ആമുഖം തയ്യാറാക്കിയത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും, ആര് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്? ഇതായിരിപ്പുണ്ട് ആള്. ആരാണ്? ജവഹർലാൽ നെഹ്റു. ആര് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ വിളിക്കുന്നത് ആമുഖത്തിൻ്റെ ശില്പി. സ്ഥിരമായി PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ. ആമുഖത്തിൻ്റെ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ആര് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്? ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആമുഖത്തിൻ്റെ ശില്പി. മറക്കരുത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇനി 2 ഡേറ്റുകൾ പഠിക്കണം നിങ്ങൾ. ജവഹർലാൽ നെഹ്റു ഈ ആമുഖത്തിന് വേണ്ടി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന്, ലക്ഷ്യപ്രമേയം ഇദ്ദേഹം എഴുതി തയ്യാറാക്കിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കണമല്ലോ. അങ്ങനെ സമർപ്പിച്ച ദിവസം, അംഗീകരിച്ച ദിവസമല്ല, ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന്
1946 ഡിസംബർ മാസം 13-ാം തീയതിയാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റു പ്രസന്റഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓൺ ഡിസംബർ 13, 1946. മറക്കരുതേ. ക്ലിയർ അല്ലേ? ഇനി ഇത് അവതരിപ്പിച്ചാൽ പോരല്ലോ, ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യും? ഇത് ചർച്ച ചെയ്യും. ഇത് ശരി, നല്ല രീതിയിലാണോ, ഇത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണോ, അല്ലെങ്കിൽ ഇതിൽ പോരായ്മയുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്താണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് കൂട്ടായ ചർച്ചയിലൂടെയാണ്. ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ആരും ഏകപക്ഷീയമായ ഒരു തീരുമാനവും എടുക്കാറില്ല. എല്ലാവരും കൂട്ടായി ചർച്ച ചെയ്ത് അതിൻ്റെ വരും വരായികകളൊക്കെ വിശദമായി ചർച്ച ചെയ്ത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്ത്, മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തി, അങ്ങനെ ഒരു ടീം വർക്കാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. അതിലൂടെ ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ 1946 ഡിസംബർ 13-ാം തീയതി ആമുഖത്തിന് വേണ്ടി ഒരു ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയാണ്. ഈ ഡേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തു വെച്ചത്. ഇനി അടുത്ത ഡേറ്റ് നോക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ അസംബ്ലി ചർച്ച ചെയ്യുമല്ലോ. ചർച്ച ചെയ്തിട്ട് ഇതിന് അംഗീകാരം കൊടുത്തു എന്നാണ് ലക്ഷ്യപ്രമേയത്തിന് അംഗീകാരം കൊടുത്തത്. അടുത്ത ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. ലക്ഷ്യപ്രമേയത്തിന് അംഗീകാരം കൊടുത്തത് 1947 ജാനുവരി 22. ഈ രണ്ട് ഡേറ്റും എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഈ നിമിഷം ഈ രണ്ട് ഡേറ്റും മനസ്സിൽ പതിപ്പിച്ചോളുക. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. 1947 പിറ്റേ മാസം അല്ലെങ്കിൽ പിറ്റേ വർഷം അല്ലേ, ഡിസംബർ അല്ലേ, 1946 ഡിസംബർ 13-ാം തീയതി ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നു. 1947 ജാനുവരി 22-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയത്തിന് അംഗീകാരം കൊടുക്കുന്നു. അപ്പോൾ ലക്ഷ്യപ്രമേയം എന്ന് ചോദിച്ചാൽ ഈ ഡേറ്റ് ആണ് പറയേണ്ടത്. 1947 ജാനുവരി 22. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് 1946 ഡിസംബർ മാസം 13-ാം തീയതി. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ അടുത്ത കാലത്ത് 1-2 പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമെടുക്കുന്നത് കൂട്ടായ ചർച്ചയിലൂടെയാണ് എന്ന്. ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗം എണീറ്റ് പറഞ്ഞു, ഇത് അംഗീകരിക്കരുത്. ജവഹർലാൽ നെഹ്റു എഴുതിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ ലക്ഷ്യപ്രമേയം ശുദ്ധ അസംബന്ധമാണ്, ഇത് തെറ്റാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഇത് അപകടകരമാണ് എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാര്. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഞാൻ ഒന്നുകൂടി പറയാം. ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്നിങ്ങനെ വിശേഷിപ്പിച്ച അല്ലെങ്കിൽ വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാര് ദാ കിടപ്പുണ്ട്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്നിങ്ങനെ വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗം മുകുന്ദ് രാം റാവു ജയകർ. MR ജയകർ എന്നായിരിക്കും ചിലപ്പോൾ ആൻസർ വരുന്നത്. ഓർത്തോളുക, മുകുന്ദ് രാം റാവു ജയകർ. ഇദ്ദേഹമാണ് പറഞ്ഞത് ഇതിന് അംഗീകാരം കൊടുക്കരുത്. കാരണം എന്താണ്? ജവഹർലാൽ നെഹ്റു എഴുതിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഈ ലക്ഷ്യപ്രമേയം തെറ്റാണ്, ഇത് നിയമവിരുദ്ധമാണ്, ഇത് റോങ് ആണ്, അൺലാഫുള്ളാണ്, ഇത് ഡേഞ്ചറസ് ആണ്, അപകടകരമാണ് എന്നിങ്ങനെ വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം മുകുന്ദ് രാം റാവു ജയകർ. മറക്കൂലല്ലോ ഇനി. അപ്പം 2 ഡേറ്റുകൾ പഠിച്ചു. എന്താണ് ആമുഖമെന്ന് പഠിച്ചു, എവിടെ നിന്ന് കടം വാങ്ങിയെന്ന് പഠിച്ചു, ആരാണ് ഈ ആമുഖത്തിൻ്റെ ശില്പി എന്ന് പഠിച്ചു, എന്നാണ് ഈ ആമുഖത്തിന് വേണ്ടി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് പഠിച്ചു, എന്നാണത് അംഗീകരിച്ചെന്ന് പഠിച്ചു, ഇതിന് അംഗീകാരം കൊടുക്കരുത്, ഇത് തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയുടെ പേരും പഠിച്ചു. എല്ലാം പ്രധാന ചോദ്യങ്ങളാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്?
മനസ്സിലാക്കി പോകണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് സ്പീഡായി പോകുന്നെങ്കിലോ ക്ലാരിറ്റി കുറവുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ സഹകാരി റൈസ് പ്ലസിൻ്റെ അംഗങ്ങളെ വിവരം അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക, അവരെന്നെ അറിയിക്കും. തീർച്ചയായിട്ടും ആ സംശയങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ അങ്ങനെയാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ ബാച്ചുകളും നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ ഒരുപാട് ബാച്ചുകൾ എനിക്ക് സഹകാരി റൈസ് പ്ലസിൻ്റെ ഒരുപാട് ബാച്ചുകളിൽ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇങ്ങനെ പല സംശയങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഇവരെന്നെ അത് അറിയിക്കാറുണ്ട്. ഞാനതിന് സംശയങ്ങൾ ദൂരീകരിച്ച് കൊടുക്കാറുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും ആകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നെ പോകുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം. നോക്കൂ, 2 ഡേറ്റുകൾ നിങ്ങൾ പഠിച്ചു. ഇനി 2 കേസുകളൂടെ പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. 2 കേസുകൾ നോക്കൂ. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്. അതെന്താണ് ആ കേസിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ പറയാം. അതായത് അക്കാലത്ത് ആമുഖത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ 2 വാദഗതികളായിരുന്നു നിലനിന്നിരുന്നത്. ഒരു കൂട്ടർ പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം ഭരണഘടനയുടെ ഭാഗമേ അല്ല. മറുപക്ഷം പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണ്. തർക്കം രൂക്ഷമായി. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്നൊരു കൂട്ടരും ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് മറുപക്ഷവും. അങ്ങനെ ആ തർക്കം സുപ്രീം കോടതിയുടെ മുമ്പിലെത്തി. വളരെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, സുപ്രീം കോടതി 2 വ്യത്യസ്തങ്ങളായ വിധിന്യായങ്ങളാണ് പുറപ്പെടുവിച്ചത്. ആദ്യം സുപ്രീം കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം ഭരണഘടനയുടെ ഭാഗമേ അല്ല എന്നായിരുന്നു സുപ്രീം കോടതി ആദ്യം വിധിച്ചത്. അതേത് കേസിലാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബെറുബാരി കേസ് 1960. ശ്രദ്ധിക്കുക, ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൽ? ബെറുബാരി കേസ്. ഏത് വർഷം? 1960. ബെറുബാരി യൂണിയൻ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ ഉടമാവകാശത്തെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ തമ്മിലുള്ള ഒരു തർക്കമാണ് ഈ കേസിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് പിന്നീടൊരു അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. എന്തായാലും ഈ ബെറുബാരി കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ആമുഖം ഭരണഘടനയുടെ ഭാഗമേ അല്ല. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനൊരു സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ആമുഖത്തിൽ തൊടാൻ പറ്റാത്ത അവസ്ഥയായി മാറി. ആമുഖം ഭേദഗതി ചെയ്യാൻ പറ്റില്ല. നിങ്ങളിനി ഭേദഗതിയൊക്കെ പഠിക്കുമ്പം ഒരു ആർട്ടിക്കിൾ പഠിക്കും, 368. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ആർട്ടിക്കിൾ 368 പ്രകാരമാണ്, 368-ാം അനുച്ഛേദ പ്രകാരമാണ്. പക്ഷെ ആ അനുച്ഛേദം ഇവിടെ പ്രയോഗിക്കാൻ പറ്റൂല. കാരണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആമുഖം ഭരണഘടനയുടെ ഭാഗമേ അല്ല എന്ന്. അപ്പം ഭരണഘടനയുടെ ഭാഗമല്ലാത്ത ഒരിടത്ത് എങ്ങനെ 368 പ്രയോഗിക്കും? അല്ലെങ്കിൽ അതെങ്ങനെ ഭേദഗതി ചെയ്യും? അങ്ങനെ ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായി ഈ കേസിൻ്റെ വിധിയിലൂടെ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരു കേസിലൂടെ സുപ്രീം കോടതി സ്വന്തം വിധി തിരുത്തി. ഏത് കേസിൽ? ദാ വരുന്നു, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് കേശവാനന്ദ ഭാരതി കേസ് 1973. ഇന്ത്യൻ ഭരണഘടനയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി എന്നൊക്കെ പറയുന്നത് ഒരു ഹിന്ദു സന്യാസിയാണ്. ദാ പടം കാണിച്ചിട്ടുണ്ട് ഇവിടെ. കാസർഗോഡ് ജില്ലയിൽ ഒരു മഠാധിപതിയാണ് ഇദ്ദേഹം. മരിച്ചുപോയി, അടുത്ത കാലത്താണ്, 2020 അദ്ദേഹം മരണപ്പെട്ടു പോയത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇത് കേശവാനന്ദ ഭാരതി കേസ് തുടങ്ങുന്നത് എന്താണ്? വേണമെങ്കിൽ അങ്ങനെയൊക്കെ പരീക്ഷ ചോദിക്കാം. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് കേശവാനന്ദ ഭാരതി കേസ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ കേരള ഭൂപരിഷ്കരണ നിയമത്തിനെതിരെ കേശവാനന്ദ ഭാരതി കൊടുത്ത കേസാണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേരള ഗവൺമെന്റിനെതിരെ. കേരള ഗവൺമെന്റ് ആണല്ലോ 70 നിങ്ങൾക്കറിയാം ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയത്. ഭൂമി കൈവശം വയ്ക്കാവുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി ഏർപ്പെടുത്തി. അതിലധികം ഭൂമി കൈവശം വെച്ചാൽ അത് മിച്ച ഭൂമിയായി പ്രഖ്യാപിക്കും, സർക്കാർ ഏറ്റെടുക്കും.
ഭൂരഹിതർക്ക് വിതരണം ചെയ്യും. അതാണല്ലോ ഭൂപരിഷ്കരണ നിയമത്തിൽ പ്രധാന വ്യവസ്ഥ. അതിനെതിരെ ഇദ്ദേഹം തുടങ്ങിയ കേസാണ് കേശവാനന്ദ ഭാരതി കേസെന്ന് അറിയപ്പെടുന്ന ഈ കേസ്. പിന്നീട് അത് പല തലങ്ങളിലേക്കും കടന്നു ചെന്ന് ഭരണഘടനയിൽ വലിയ മാറ്റങ്ങൾ, ഭരണഘടനയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയ ഒരു കേസായി മാറി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം എന്ന് സുപ്രീം കോടതി വിധിച്ചത് ബെറുബാരി കേസ് 1960, ഇത് 1973. ഇത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിധിച്ച കേസ്. അവിടെ ഒരു കാര്യം കൂടെ ഞാനിപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്, അതുകൂടെ നിങ്ങൾ ഓർത്താൽ നന്നായിരിക്കും. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന ഈ കേശവാനന്ദ ഭാരതിയുടെ കേസിലെ വിധി ആവർത്തിച്ച മറ്റൊരു കേസ് കൂടിയുണ്ട്. 1995 LIC കേസിലും ഇതേ വിധി ഒന്നുകൂടി സുപ്രീം കോടതി ആവർത്തിച്ചു. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് കേശവാനന്ദ ഭാരതി കേസിന് പുറമെ സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിലെന്ന് വെച്ചാൽ 1995 LIC കേസ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ, വേണമെങ്കിൽ ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് അത്ര രീതിയിലൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം. PSC ആണല്ലോ, ഏത് രീതിയിലെ ചോദ്യങ്ങളും ചോദിക്കാം. അതൊക്കെ ഒന്ന് പ്രതീക്ഷിച്ച് വെച്ചോളുക. അവിടെ ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളുക. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി ഒന്നുകൂടി ഉറപ്പിച്ചത് ഏത് കേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LIC കേസ് 1995 എന്ന് ഓർപ്പിച്ചുകൊള്ളുക. കേശവാനന്ദ ഭാരതി കേസിൽ തന്നെ നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഇനി ഞാനൊരു അമെൻമെൻറ്റ് പറഞ്ഞിട്ട് തിരിച്ച് കേശവാനന്ദ ഭാരതി കേസിലേക്ക് തന്നെ തിരിച്ചു വരാം. നോക്കാം നമുക്ക് എന്താണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുന്നത് ആരാണ്? ഭരണഘടനാ ഭേദഗതിയുടെ അധികാരി ആരാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതിയാനുള്ള അധികാരം ആർക്ക് എന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിന് തന്നെയാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് പാർലമെൻറ്റിന് മാത്രമേ അധികാരമുള്ളെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തു ഭേദഗതി ചെയ്യാം? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ 24ാം ഭരണഘടനാ ഭേദഗതി 1971. നല്ല ചോദ്യമാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ ഭേദഗതി 24ാം ഭേദഗതി 1971. ക്ലിയർ അല്ലേ? ഞാൻ എന്തിനാണ് ഈ പോയിന്റ് ഇവിടെ പറഞ്ഞത്? ഇത് പ്രധാനപ്പെട്ടൊരു പ്രീവിയസ് ചോദ്യം, അത് നിങ്ങൾ പഠിക്കണം എന്നതുകൊണ്ട് മാത്രമല്ല. ഇത് പറഞ്ഞിട്ട് ഞാനൊരു കാര്യത്തിലേക്ക് കടക്കും, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് ഇതിന് ശേഷം, ഇത് 1971 ഈ ഭേദഗതി. കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതി ഒരു പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ് ആശയം എന്നറിയാമോ? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന ഘടന എന്നൊരാശയം, ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് ഏത് കേസിലെന്ന് ചോദിച്ചാൽ കേശവാനന്ദ ഭാരതി കേസ്. എന്ന് മാത്രമല്ല, സുപ്രീം കോടതി പറയുന്നു, കേശവാനന്ദ ഭാരതി കേസിലൂടെ സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല. നോക്കൂ, 24ാം ഭേദഗതിയൊന്നും കോടതി റദ്ദാക്കിയില്ല. കോടതി പറഞ്ഞു 24ാം ഭേദഗതിയിലൂടെ പാർലമെൻറ്റിന് ഏത് ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്, നിങ്ങൾ ഭേദഗതി ചെയ്തോളൂ. പക്ഷേ തൊട്ടുപോകരുത്, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ തൊട്ട് കളിക്കരുത്, ബാക്കിയെല്ലാം നിങ്ങൾ ഭേദഗതി ചെയ്തോളൂ. ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പം കേശവാനന്ദ ഭാരതി കേസിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ,
പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറയാം, ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചോളൂ. ആദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു, അതുകൂടെ ചേർത്ത് ഞാൻ പറയാം. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കേസ് ഏത്? കേശവാനന്ദ ഭാരതി കേസ് 1973. ക്ലിയർ അല്ലേ? ഭരണഘടനയിലെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചർ എന്നൊരാശയം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് ഏത് കേസിൽ? കേശവാനന്ദ ഭാരതി കേസ്. തീർന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. ഈ ഒരു 3-4 പോയിന്റ് ബൈഹാർട്ടാക്കി വയ്ക്കുക. അപ്പോൾ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട കേസ് വേണമെങ്കിൽ ചോദിക്കാമെന്നേ ഉള്ളൂ. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടതല്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ ഭരണഘടനയിലെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന ഘടന എന്നൊരാശയം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത് ഏത് കേസിലൂടെ? കേശവാനന്ദ ഭാരതി കേസിലൂടെ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് ഏത് കേസിൽ? കേശവാനന്ദ ഭാരതി കേസിൽ. ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭേദഗതി 24-ാം ഭേദഗതി 1971. നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏത്? ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെയാണ്, കേശവാനന്ദ ഭാരതി കേസ് 1973. ഈ വർഷവും കൂടെ ഏത് കേസ് പഠിച്ചാലും ഏത് അമെൻമെന്റ് പഠിച്ചാലും ഇയർ കൂടി അറ്റാച്ച് ചെയ്തേ പഠിക്കാവൂ. ക്ലിയർ അല്ലേ? ഇനി നോക്കാം. ഇനി നമുക്കൊരു സംശയം തോന്നാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മാറ്റം വരുത്താൻ പാർലമെന്റിന് അവകാശമില്ല. പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. ഏത് വേണോ ഭേദഗതി ചെയ്തോളൂ. പക്ഷേ അടിസ്ഥാന ഘടനയിൽ മാറ്റം. അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? അടിസ്ഥാന ഘടന എന്ന് പറഞ്ഞാൽ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ഭരണഘടനയിലെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങളാണ്. അതിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കോ +2 ലെവൽ പരീക്ഷയ്ക്കോ ആണ്. പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കും ചോദിക്കാം, ഏത് ലെവൽ പരീക്ഷയ്ക്കും ചോദിക്കാം. ചോദ്യം വന്ന ഇതാണ്: താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ടതേത്? എന്നിട്ട് 3 ഓപ്ഷനേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയായിരുന്നു കൊടുത്തിരുന്നതെന്ന് അറിയാമോ? അതായത് ജനാധിപത്യം, ഫെഡറൽ സ്വഭാവം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഭരണം. ഈ 3 പോയിന്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളാണെങ്കിൽ എന്തെഴുതും? ഈ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന് ചോദിച്ചാൽ, അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇത് 3ഉം അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. എന്നാൽ ഇത് 3 മാത്രമേ ഉള്ളൂ? അല്ല. അപ്പോൾ നമ്മൾ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ട കാര്യങ്ങളിലേക്കൊന്ന് വരാം. നോക്കൂ, ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ട ഒരു കാര്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ സിസ്റ്റത്തിലൂടെയാണ്. ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മളെ ഭരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സ്വന്തം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ. ഇപ്പം നോക്കൂ, നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുകയാണ്, ഞങ്ങൾക്കിപ്പം മഹാഭൂരിപക്ഷമുണ്ട് പാർലമെൻറ്റിൽ, അതുകൊണ്ട് ഞങ്ങളൊരു ഭേദഗതി നിയമം കൊണ്ടുവരാൻ പോകുന്നു. ആ ഭേദഗതി പാസ്സാക്കിക്കൊണ്ട് ജനാധിപത്യത്തെ എടുത്ത് ദൂരെ കളയുന്നു, പകരം ഏകാധിപത്യം നടപ്പിലാക്കാൻ പോകുന്നു. നടക്കൂ? എത്ര ഭൂരിപക്ഷത്തോടുകൂടി ഇനി യുണാനിമസ് ആയിട്ട് ഐക്യകണ്ഠേന ഒരു ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കിയാലും അത് നിലനിൽക്കില്ല. സുപ്രീം കോടതി അതിനെടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയും. എന്തുകൊണ്ട്? ജനാധിപത്യം അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ടതാണ്, തൊടാൻ പറ്റില്ല, നിലനിർത്തിയേ മതിയാകൂ. അടുത്ത നോക്കൂ, ഫെഡറൽ സ്വഭാവം. അടുത്തത് ഫെഡറൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ 2 തരം ഗവൺമെൻറ്.
ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് എന്നും സംസ്ഥാന ഗവൺമെൻറ് എന്നും. കേന്ദ്ര ഗവൺമെൻറ്റിനും സ്വയം ഭരണാവകാശമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിനും സ്വയം ഭരണാവകാശമുണ്ട്. ഇതിനെടുത്ത് കളഞ്ഞിട്ട് ഗവൺമെൻറ് പറയാണ്, കേന്ദ്ര ഗവൺമെൻറ് പറയാണ്, ഇനി നമുക്ക് ഫെഡറൽ സിസ്റ്റം വേണ്ട, പകരം യൂണിറ്ററി സിസ്റ്റം മതി. എന്താ യൂണിറ്ററി സിസ്റ്റം? ഓൾ പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് അറ്റ് സെൻറ്റർ. എല്ലാ അധികാരങ്ങളും കേന്ദ്രത്തിൽ നിക്ഷിപ്തമാക്കിയ ഒരു ഭരണ സംവിധാനം മതി. ഇനി കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അപ്പടി അന്ധമായി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം. ഇനി അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭേദഗതി നിയമമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമമോ നമ്മുടെ ഗവൺമെൻറ്റിന് പാസ്സാക്കാൻ പറ്റുമോ? പറ്റില്ല. ഫെഡറൽ ഘടനയെ തൊടാനുള്ള അധികാരം ഗവൺമെൻറ്റിനില്ല, പാർലമെൻറ്റിനില്ല. അത് ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെട്ട ഭാഗമാണ്. ഇനി നോക്കൂ, അടുത്തത് മൂന്നാമത്തത് നമ്മൾ പറയുന്ന റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഭരണം. റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഇതും കൂടെ നിങ്ങൾ പഠിക്കണം. പല പരീക്ഷകൾക്കും ചോദ്യപേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട്. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് നിങ്ങൾ പറയണം. നമ്മൾ ഇനി പഠിക്കും അങ്ങോട്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പറയണം എന്താണ്? രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്ത് ഒരു പ്രതിനിധിയുള്ള രാഷ്ട്രമാണ് റിപ്പബ്ലിക്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്തു വിടുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങളെന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആണ്, ജനങ്ങൾ നേരിട്ട് എടുക്കുന്നതല്ല, രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയുള്ള രാഷ്ട്രമാണ് റിപ്പബ്ലിക്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കാണ്. എന്തുകൊണ്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിൽ രാഷ്ട്ര തലവനായ രാഷ്ട്രപതി ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്, ഭരണഘടനാ തലവനായ രാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു പദവി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കാണ്. അതിനെടുത്ത് കളയാൻ പറ്റുമോ? ഇനി ഗവൺമെൻറ് പറയണ റിപ്പബ്ലിക് ഒന്നും വേണ്ട, രാഷ്ട്രപതിയൊക്കെ ദൂരെ കളഞ്ഞിട്ട് പ്രധാനമന്ത്രിയാണ് ഏറ്റവും വലിയ ആള് എന്ന് പറഞ്ഞാൽ നടക്കൂല. സുപ്രീം കോടതി അംഗീകരിക്കൂല. അപ്പം ജനാധിപത്യം, ഫെഡറൽ സ്വഭാവം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഭരണം. നോക്കൂ, മതേതരത്വം നേരത്തെ ഇല്ലായിരുന്നു, പിന്നീട് കൂട്ടിച്ചേർത്താണ്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. ഈ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തൊരു വാക്കിനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കും. മതേതരത്വം. മതേതരത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദിസ് നാഷൻ ഹാസ് നോ റിലീജിയൻ ഓഫ് ഇറ്റ്സ് ഓൺ. ഇന്ത്യക്ക് സ്വന്തമായൊരു മതമില്ല, ഔദ്യോഗിക മതമില്ല. എന്നാൽ ഇന്ത്യൻ പൗരന് ഏത് മതവും സ്വീകരിക്കാം. രാഷ്ട്രം എല്ലാ മതങ്ങളോടും തുല്യത പുലർത്തുന്നു, തുല്യമായി റെസ്പെക്റ്റ് ചെയ്യുന്നു എല്ലാ മതങ്ങളെയും. സ്വന്തമായി പ്രത്യേകിച്ചൊരു മതമില്ല രാഷ്ട്രത്തിന്. അതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതും ബേസിക് സ്ട്രക്ചറിൽപ്പെട്ടതാണ്. മതേതരത്വം എടുത്ത് കളഞ്ഞിട്ട് ഇനി ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാം എന്ന് സർക്കാർ വിചാരിച്ചാൽ നടക്കൂല. നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയുള്ള സുപ്രീം കോടതി നമ്മുടെ തലയ്ക്ക് മേളിൽ കാവൽക്കാരനായി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ പോണത്. ഇല്ലെങ്കിൽ എന്നേ നമ്മുടെ ഭരണകർത്താക്കൾ കുട്ടിച്ചോറാക്കിയനെ അല്ലേ? അപ്പം മതേതരത്വവും എന്തിൽപ്പെട്ടതാണ്? ബേസിക് സ്ട്രക്ചറിൽപ്പെട്ടതാണ്, അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ടതാണ്. ഇനി നോക്കൂ, അധികാര വിഭജനം നോക്കൂ. എക്സിക്യൂട്ടീവ് എന്നും ജുഡീഷ്യറി എന്നും പറഞ്ഞ രണ്ട് ഭാഗങ്ങളുണ്ട്. ലെജിസ്ലേച്ചർ എന്ന വേറൊരു ഭാഗമുണ്ട്. നിങ്ങൾക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളാണ് ഈ മൂന്ന് ഘടകങ്ങൾ: ദി ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതിൽ നമുക്ക് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും നിങ്ങൾ എടുത്തു നോക്കൂ. രണ്ടും രണ്ടായി തന്നെ പ്രവർത്തിക്കണം. വിഭജിക്കപ്പെട്ട് തന്നെ അധികാരമുള്ളതാണ്. കാരണം ജുഡീഷ്യറിയുടെ അധികാരത്തിൽ ഒരിക്കലും എക്സിക്യൂട്ടീവിനോ എക്സിക്യൂട്ടീവിൻ്റെ അധികാരത്തിൽ ജുഡീഷ്യറിക്കോ കടന്നു കയറാൻ കഴിയില്ല. കോടതിയുടെ അധികാര പരിധി ഒന്നുകൊണ്ട് പ്രവർത്തിക്കണം. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരികൾ അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഈ അധികാരത്തിനിടയിൽ ഒരു വിഭജനമുണ്ട്. രണ്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരിക്കലും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയൊന്നും കൂടി കലർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നർത്ഥം. അങ്ങനെ വന്നാൽ അത് അടിസ്ഥാന ഘടനയ്ക്ക് ലംഘനമാണ്. ഇനി നോക്കൂ, വ്യക്തി സ്വാതന്ത്ര്യം. അടുത്തത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫ്രീഡം. നമ്മുടെയൊക്കെ അവകാശങ്ങൾ, നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയ മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഇല്ലേ, അത് കാത്തു സൂക്ഷിച്ചേ മതിയാകൂ. ഏതെങ്കിലും ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഒരു ഭേദഗതി നിയമമൊക്കെ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ട് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളൊക്കെ കവർന്നെടുക്കുകയാണ്. നടക്കൂല.
അടിയന്തരാവസ്ഥയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം എന്നത് സത്യമാണ്. അല്ലാതെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം എടുത്ത് കളയാൻ ആർക്കും അവകാശമില്ല. കാരണം അത് ബേസിക് സ്ട്രക്ചറിൽപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇതാ കിടക്കുന്നത്, ഭരണഘടനയുടെ മേൽക്കോയ്മ, സൂപ്രമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാത്തിനും ഉപരിയാണ് ഭരണഘടന. അതങ്ങനെ നിന്നേ മതിയാകൂ. ഭരണഘടനയ്ക്ക് ഉപരിയായിട്ട് വേറൊന്നുമില്ല ഇന്ത്യയിൽ. സൂപ്രമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടനയുടെ മേൽക്കോയ്മ. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ തലവനായ രാഷ്ട്രപതി പോലും ഭരണഘടന ലംഘിച്ചാൽ നമ്മൾ പുറത്താക്കും, ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കും. കണ്ടോ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനായ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസോ ജഡ്ജിമാരോ ഭരണഘടന ലംഘിച്ച് നോക്കട്ടെ, അവരെയും നമ്മൾ ചെവിക്ക് പിടിച്ച് പുറത്താക്കും ഇംപീച്ച്മെൻറ്റ് നടപടികളിലൂടെ. കണ്ടോ, അപ്പോൾ എല്ലാത്തിനും ഉപരി ആരാണ്? ഭരണഘടനയാണ്. അതങ്ങനെ തന്നെ നിന്നേ പറ്റുള്ളൂ. അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഭേദഗതി നിയമമൊക്കെ കൊണ്ടുവന്നാൽ നിലനിൽക്കില്ല. ഇനിയും നമുക്ക് പറയാം, ഇതാണ് പ്രധാനപ്പെട്ടത്. ഇനി നിങ്ങൾ വേണമെങ്കിൽ നിയമവാഴ്ച, രാജ്യത്ത് നിയമവാഴ്ച നിലനിന്നേ മതിയാകൂ. അതും റൂൾ ഓഫ് ലോ, നിയമവാഴ്ച, അതൊക്കെ ബേസിക് സ്ട്രക്ചറിൽപ്പെട്ടതാണ്. ഇത്രയെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെട്ടതേത്, ഉൾപ്പെടാത്തതേത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഇത് ഭംഗിയായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതാണ് ബേസിക് സ്ട്രക്ചറിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക. നാളിതുവരെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആമുഖം നാളിതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഹൗ മെനി ടൈംസ് പ്രിയാമ്പിൾ ഹാസ് ബീൻ അമെൻഡഡ് സോ ഫാർ? ആമുഖം ഒരേ ഒരു പ്രാവശ്യം, ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. പഠിച്ചു വയ്ക്കണം. ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഭേദഗതി നിയമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആമുഖം നാളിതുവരെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആമുഖത്തെ ഭേദഗതി ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? ആമുഖത്തെ തിരുത്തിക്കുറിച്ച ഭരണഘടനാ ഭേദഗതി ഒരു പ്രാവശ്യം മാത്രമേ ആമുഖത്തെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ. അങ്ങനെയാണെങ്കിൽ ആ ഭേദഗതി നിയമം വളരെ വളരെ പ്രധാനപ്പെട്ടതല്ലേ? അത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആമുഖത്തെ തിരുത്തിക്കുറിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിഞ്ഞുകൂടാത്തവർ പഠിച്ചു വെച്ചോളുക. 42ാം ഭരണഘടനാ ഭേദഗതി 1976. 1976 42ാം ഭേദഗതി 42nd അമെൻമെൻറ്റിലൂടെയാണ്. നിങ്ങൾ ഇനി ഈ അമെൻമെൻറ്റിനെ കുറിച്ചൊക്കെ പിന്നീട് വിശദമായി പഠിക്കും. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന, ചെറു ഭരണഘടന എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഭേദഗതിയാണ് 1976 പാസ്സാക്കി 77 നിലവിൽ വന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആ 42ാം ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ മാറ്റങ്ങൾ വരുത്തിയത്. ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി 42ാം ഭേദഗതി. ക്ലിയറായോ? ഇനി 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ എന്തൊക്കെ വാക്കുകൾ കൂട്ടിച്ചേർത്തു? അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ശരിക്കും 42ാം ഭേദഗതി നിയമം പാസ്സാക്കുന്നതിന് മുമ്പ്, അഥവാ 1976 വരെ ആമുഖപ്രകാരം ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? 3 വാക്കുകളിലേ അറിയപ്പെട്ടിരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. 1976 മുമ്പ്, അഥവാ 42ാം ഭേദഗതി നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് ആമുഖപ്രകാരം ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് 3 വാക്കുകളിൽ മാത്രമായിരുന്നു. ഏതൊക്കെ വാക്കുകളെന്ന് പറയാമോ? ഒന്ന്, പരമാധികാരം. മറ്റൊന്ന് ജനാധിപത്യം. മറ്റൊന്ന് റിപ്പബ്ലിക്. നോക്കൂ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നേ അറിയപ്പെട്ടിരുന്നുള്ളൂ എന്ന് 42ാം ഭേദഗതിക്ക് മുമ്പ്. നിങ്ങൾ വ്യക്തമായി പഠിക്കുക. അടുത്ത പേജിൽ ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ക്ലിയർ ആക്കിയിട്ട് ആ നോട്ടിലേക്ക് പോയാൽ കൂടുതൽ മനസ്സിലാവും. 42ാം ഭേദഗതിയിലൂടെ 2 വാക്കുകൾ ഇവിടെയും ആമുഖത്തിൽ മറ്റൊരു സ്ഥലത്ത് 1 വാക്കും. അപ്പം 42ാം ഭേദഗതിയിലെ മൊത്തം 3 വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. എന്തൊക്കെ വാക്കുകൾ? ഈ പരമാധികാരം
പരമാധികാരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുകൂടെ ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. സോവറിൻ. എന്താണ് സോവറിൻ? ജനാധിപത്യം നിങ്ങൾക്കറിയാം, ഡെമോക്രാറ്റിക്. ഡെമോക്രാറ്റിക് ജനാധിപത്യം, ഡെമോക്രാറ്റിക്. റിപ്പബ്ലിക് തന്നെയാണ്. റിപ്പബ്ലിക്. ഇങ്ങനെ 3 വാക്കുകളേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ നോക്കൂ, ഇങ്ങനെ 3, ഇനി അഡീഷണൽ ആയിട്ടൊരു 3 വാക്കും കൂടെ ആമുഖത്തിൽ വന്നു. അതിൽ 2 വാക്കുകൾ ഇവിടെ വന്നു. ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ വന്ന വാക്ക് ഇതാണ്. ഒന്ന് സ്ഥിതി സമത്വം. സ്ഥിതി സമത്വം ഇംഗ്ലീഷ് പറഞ്ഞ സോഷ്യലിസ്റ്റ്. ആ ഇംഗ്ലീഷ് വാക്കുകൂടെ ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയോ? പലപ്പോഴും ഇംഗ്ലീഷ് വാക്കുകളെയാണ് എടുത്ത് മലയാളത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പം നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും കൂടെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സ്ഥിതി സമത്വം എന്ന മലയാള വാക്കൊന്നും വലുതായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. മലയാളത്തിലും സോഷ്യലിസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രം പറഞ്ഞിരുന്ന ആമുഖത്തിൽ ഒരു വാക്ക് വന്നു, സ്ഥിതി സമത്വം. മറ്റൊരു വാക്ക് ഏതാണ്? മതേതരത്വം. മതേതരത്വം അതെന്താണ്? സെക്കുലാർ. കണ്ടോ? അപ്പൊ ഈ 2 വാക്കുകളുമാണ് 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ഇവിടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. പഠിച്ചു പോണേ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് നോട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങളൊന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. അപ്പോൾ ആമുഖത്തിൽ 42ാം ഭേദഗതി നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് ആമുഖപ്രകാരം ഇന്ത്യ എങ്ങനെ അറിയപ്പെട്ടിരുന്നു ചോദിച്ചാൽ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 42ാം ഭേദഗതിയുടെ ആമുഖത്തിൽ 3 വാക്കുകൾ ചേർത്തു. അതിൽ 2 വാക്ക് ഇവിടെയാണ്. ഒരു വാക്ക് നിൽക്കട്ടെ, ഞാൻ പറയാം എന്താണ് എവിടെയാണെന്ന് പിന്നീട് പറയാം. ഇവിടെ പരമാധികാരം കഴിഞ്ഞിട്ട് സോഷ്യലിസ്റ്റ് അഥവാ സ്ഥിതി സമത്വം, സെക്കുലർ അഥവാ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ആമുഖപ്രകാരം ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ മതി. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ഇംഗ്ലീഷ് പറഞ്ഞാൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. പഠിച്ചു വയ്ക്കണേ. ഇതെല്ലാം ഇങ്ങനെ തന്നെ ചോദിക്കും. പലപ്പോഴും പരീക്ഷയ്ക്ക് ഇതിലെ ആമുഖപ്രകാരം ഇന്ത്യ അറിയപ്പെടുന്നത്, എന്നിട്ട് ഇതിൽ ഏതെങ്കിലും വാക്കുകൾ ഒന്നൊക്കെ ഒഴിവാക്കിയൊക്കെ ഓപ്ഷനിൽ വരും. നിങ്ങൾ ഈ 5 വാക്കും ഇതേ ഓർഡർ വന്നാലേ ഉത്തരം കറക്റ്റ് ആവുള്ളൂ. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതിൽ ഏതെങ്കിലും മലയാളത്തിലെ വാക്ക് ചോദിച്ചിട്ട് പിന്നീട് അടുത്ത വാക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അതൊക്കെ ഓർമ്മിച്ചോട്ടെ. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അങ്ങനെയാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ ആ വാക്കുകളൊക്കെ അതുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളവും കൂടെ ഞാൻ പറഞ്ഞത്. ഇനി ആമുഖത്തിൽ മറ്റൊരു വാക്ക് ഉൾപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആമുഖത്തിൽ മറ്റൊരു സ്ഥലത്ത് ഒരു ഫ്രേസ് കിടപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? യൂണിറ്റി ഓഫ് നാഷൻ, രാജ്യത്തിൻ്റെ ഐക്യം എന്ന് കിടന്ന സ്ഥാനത്ത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നാഷൻ എന്നാക്കി മാറ്റി. വന്ന വാക്കേത്? ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത. രാജ്യത്തിൻ്റെ ഐക്യം എന്ന് കിടന്ന സ്ഥാനത്ത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും, അഖണ്ഡത അഥവാ ഇൻറ്റഗ്രിറ്റി എന്ന വാക്കൂടെ ഉൾപ്പെടുത്തി. ഇനി നിങ്ങൾ ചേർത്ത് പറഞ്ഞ് ആമുഖത്തിൽ 42ാം ഭേദഗതിയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട 3 വാക്കുകൾ ഏതൊക്കെ? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻറ്റഗ്രിറ്റി. ഈ 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഇതിനെ ഇനി ഓരോന്നെടുത്ത് ചോദിക്കാം. സോഷ്യലിസ്റ്റ് എന്ന പദം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏതു ഭേദഗതിയിലൂടെ? 42ാം ഭേദഗതിയിലൂടെ. മതേതരത്വം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് എന്ന്? കണ്ടോ, 1976. ഭേദഗതിയല്ല ചോദിച്ച വർഷം. ഇനി അതിനേക്കാൾ ഉപരി ഒരു പ്രീവിയസ് ചോദ്യം കൂടെ ഞാൻ പറയാം. മതേതരത്വം ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? ഈ സമയത്തുള്ള പ്രധാനമന്ത്രിയുടെ പേരുകൂടി നിങ്ങൾ പഠിക്കണം. ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. ആ സമയം ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അപ്പോൾ അത് രണ്ടും കൂടെ ഓർമ്മിച്ചോളൂ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോ. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക് കേട്ടോ. നമ്മളിതിൽ നിന്ന് 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടരുത്. അതാണ് നമ്മുടെ ഉദ്ദേശം.
അപ്പോൾ എന്താ പറയുന്നത്? ഇത് ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ ഞാൻ ഇത്രയും പെട്ടെന്നൊന്ന് പറയാം, നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. ആമുഖം നാളിതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണ. ആമുഖത്തെ തിരുത്തിക്കുറിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭേദഗതി 1976. 1976 42ാം ഭേദഗതി നിയമം പാസാക്കുന്നതിന് മുമ്പ് ആമുഖപ്രകാരം ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്. ഇത്രയേ ഉള്ളൂ. എന്നാൽ 42ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട 3 വാക്കുകൾ ഏതൊക്കെ? സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ്, മതേതരത്വം അഥവാ സെക്കുലർ, അഖണ്ഡത അഥവാ ഇൻറ്റഗ്രിറ്റി. ആമുഖപ്രകാരം ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്നത് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് അഥവാ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ വാക്കുകൾ ഇതിനോടൊപ്പം ഒന്നും കൂട്ടിച്ചേർത്തുകളയല്ലേ? ചിലർ വലിയ ഓളത്തിലൊക്കെ അങ്ങ് പറയും പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ അഖണ്ഡ റിപ്പബ്ലിക് എന്നൊക്കെ പറയും. തെറ്റാണ്, അങ്ങനെ പറയരുത് കേട്ടോ. ഇത് വേറെ. യൂണിറ്റി ഓഫ് നാഷൻ എന്ന് കിടക്കുന്ന സ്ഥാനത്ത് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നാഷൻ എന്നാക്കി മാറ്റി. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷമെന്ന് 1976. അഖണ്ഡത എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഈ 3 വാക്കിൽ ഏത് ചോദിച്ചാലും ഈ പ്രധാനമന്ത്രിയുടെ കാലത്താണ് പ്രധാനമന്ത്രി. ആ സമയം 42ാം ഭേദഗതി സമയം ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നോട്ട് കൂടി നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ ക്ലിയർ ആവും. നോക്കൂ, സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത ഉൾപ്പെടുത്തിയ 3 വാക്കുകളാണ്. സ്ഥിതി സമത്വം സോഷ്യലിസ്റ്റ്, മതേതരത്വം അഥവാ സെക്കുലർ, അഖണ്ഡത അഥവാ ഇൻറ്റഗ്രിറ്റി. ഇനി അപ്പോൾ ഇപ്പോൾ ആമുഖപ്രകാരം ഇന്ത്യ ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നോക്കൂ, പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. എല്ലാം ഞാൻ വിശദീകരിച്ചതാണ്. ക്ലിയർ അല്ലേ? ഇപ്പം വ്യക്തത വന്നോ? ക്ലിയർ ആയില്ലേ? ഒന്നും ഞാൻ ഇതിനകത്ത് ഇല്ലാത്തതുപോലും ഞാൻ പറഞ്ഞു. അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ക്ലിയറായി. ഇനി ഞാൻ ഭരണഘടനയിൽ ആമുഖത്തിലാണല്ലോ ഭരണഘടനയിലെ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്നത്. ആ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, ആ ലക്ഷ്യങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഈ 5 വാക്കുകൾ എന്താണ് അതിൻ്റെ അർത്ഥമൊന്നും കൂടെ ഒന്ന് വ്യക്തമായി നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നോക്കാം 5 വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ആദ്യം നോക്കൂ, പരമാധികാരം, സോവറിൻ. ജസ്റ്റ് ഓരോ വാക്കുകൾ, വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ നോട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാനും പറ്റില്ല, പരീക്ഷയ്ക്ക് ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 5 വാക്കുകളൂടെ ഞാനൊന്ന് പറയാം കേട്ടോ. പരമാധികാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമാധികാരം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രാധികാരം. നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന എന്തു തീരുമാനമെടുക്കാൻ നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് അധികാരം. മറ്റൊരു വിദേശ രാജ്യത്തെയും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മൾ അനുവദിക്കില്ല. അതാണ് ശരിക്ക് നമ്മുടെ പരമാധികാരം. ഇന്ത്യയുടെ വിധി നിർണ്ണയിക്കാനുള്ള അധികാരം ഇന്ത്യക്ക് മാത്രമാണ്. ഏത് വിഷയത്തെക്കുറിച്ച് നിയമനിർമ്മാണം നടത്താനും നമുക്ക് മാത്രമാണ് അധികാരം. ഒരു രാജ്യവും നമ്മളോട് പറയൂല അങ്ങനെ വേണ്ടായിരുന്നു, നിങ്ങൾ ഇങ്ങനെയല്ലേ തീരുമാനമെടുക്കേണ്ടത്, അത് നമ്മുടെ ഇഷ്ടം, അല്ല അത് നിങ്ങൾക്ക് ദോഷം സംഭവിക്കും, ആയിക്കോട്ടെ ഞങ്ങൾ സഹിച്ചോളാം. ഇതാണ് നമ്മുടെ രീതി. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്ന പരമാധികാരം. നമ്മൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടണം, ഏതൊക്കെ രാജ്യങ്ങളുമായി നമ്മൾ കൂടുതൽ ഐക്യത്തിൽ പോകണം, എവിടെ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങണം, ഇതൊക്കെ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ മഹാനായ റൊണാൾഡ് ട്രംപ്, US അല്ലേ, അമേരിക്കൻ പ്രസിഡൻ്റ് ആയ ട്രംപ് പറഞ്ഞു എന്താണ്, നിങ്ങൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ നിർത്തണം, അങ്ങനെ എണ്ണ വാങ്ങരുത്, വാങ്ങിയാൽ ഞങ്ങൾ അതിന് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ നികുതി കൂട്ടും, തീരുവ കൂട്ടും, നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. ഇന്ത്യ പറഞ്ഞ എന്താണെന്ന് അറിയുമോ? നിങ്ങളെന്താ ചെയ്യാനുള്ളത് ചെയ്തോ, ഞങ്ങളെവിടെ നിന്ന് സാധനം വാങ്ങണമെന്നോ ഞങ്ങളെവിടെ നിന്ന് സാധനം വാങ്ങരുതെന്നോ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെ പറഞ്ഞാൽ അനുസരിക്കാനുള്ള ബാധ്യതയും ഞങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക. കാരണം അത് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ്. നിങ്ങൾ അവിടുന്ന് വാങ്ങരുത്, ഇവിടുന്നേ വാങ്ങാവൂ, ഇന്നതേ വാങ്ങാവൂ, നമുക്ക് സൗകര്യമുള്ളത് വാങ്ങും, സൗകര്യമുള്ള രാജ്യത്ത് നിന്ന് വാങ്ങും. മനസ്സിലാകുന്നല്ലോ? പരമാധികാരമൊന്നും വിട്ട് കളിക്കാൻ നമ്മൾ തയ്യാറല്ല. സ്വതന്ത്ര അധികാരം, അതാണ് പരമാധികാരം. നമ്മുടെ രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കാനുള്ള അധികാരം നമുക്ക് മാത്രമാണ്.
നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു രാഷ്ട്രത്തെയും നമ്മൾ അനുവദിക്കില്ല. മനസ്സ് വെച്ചുകൊള്ളുക. ഇതാണ് പരമാധികാരം. അപ്പോൾ സ്ഥിതി സമത്വമോ? സമത്വം, സ്ഥിതി സമത്വം. ഇവിടെ ഭരണഘടനയിലെ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ജനാധിപത്യ സോഷ്യലിസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ജനാധിപത്യപരമായ മാർഗത്തിലൂടെ, അഹിംസാത്മകമായ മാർഗത്തിലൂടെ ലക്ഷ്യങ്ങൾ നേടുക എന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ സ്ഥിതി സമത്വത്തിൻ്റെ. അതായത് എല്ലാ ജനങ്ങളും യാതൊരു വിവേചനവും കൂടാതെ വളരെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് എല്ലാവരിലും വിതരണം ചെയ്ത് ഒരു സോഷ്യലിസ്റ്റ് സെറ്റപ്പിൽ പോകണം. പക്ഷേ ആ സോഷ്യലിസ്റ്റ് സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സായുധ വിപ്ലവത്തിലൂടെ അല്ല, അത് ജനാധിപത്യപരമായ മാർഗത്തിലൂടെ, അഹിംസാത്മകമായ മാർഗത്തിലൂടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതാണ് സോഷ്യലിസം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം പരമാധികാരമായി, സോഷ്യലിസ്റ്റായി, മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കുലാർ. ഇന്ത്യക്ക് സ്വന്തമായൊരു മതമില്ല. ഏത് മതം സ്വീകരിക്കാനും പൗരനവകാശമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഔദ്യോഗികമായൊരു മതമില്ല. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളോടും നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്, നമുക്ക് ബഹുമാനമുണ്ട്. ഒരു മതത്തെയും നമ്മൾ നിഷേധിക്കുന്നുമില്ല, ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നില്ല. അതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മതേതരത്വം. ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, അടുത്ത വാക്ക് ജനാധിപത്യം. ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ളവരാണ്. അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു, പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, അവർ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു. ആ സിസ്റ്റമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ജനാധിപത്യം. റിപ്പബ്ലിക്, അടുത്ത ലാസ്റ്റ് വാക്ക്. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ പരമോന്നതമായ സ്ഥാനത്ത് ഒരു പ്രതിനിധിയുള്ള രാഷ്ട്രമാണ് റിപ്പബ്ലിക്. നമ്മൾ റിപ്പബ്ലിക്കാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തലപ്പത്ത് ആരുണ്ട്? രാഷ്ട്രപതിയുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പബ്ലിക്കാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? ആമുഖം വ്യക്തമാക്കുന്നത് ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. നമ്മൾ ആദ്യത്തെ പോയിന്റ് തന്നെ അതായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്യുന്ന ഒരു ഭാഗമാണ് ആമുഖമെന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ആമുഖപ്രകാരം ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന 4 വാക്കുകൾ അവിടെയും നിങ്ങൾ പഠിക്കണം. ഇവിടെ ഇപ്പോൾ 5 വാക്കുകൾ നമ്മൾ പഠിച്ചു, കീ വേർഡ്സാണ്. ഇനി അതുപോലൊരു 4 വാക്കുകൂടെ നിങ്ങൾ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടന ലക്ഷ്യങ്ങൾ എന്താണെന്നറിയാമോ? ഇതാ വരുന്നു 4 വാക്കുകൾ. ഒന്ന് നോക്കൂ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന, ആമുഖത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ പറഞ്ഞ 4 കാര്യങ്ങളും നിറവേറ്റാൻ കഴിഞ്ഞിരിക്കണം. അതാണ് ഭരണഘടന വിഭാവന ചെയ്യുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് നീതി എന്ന് പറയുന്നത്? നീതി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, അവസരങ്ങൾ ഇത് നൽകുമ്പോഴാണ് നീതിയായി എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ പറയണം, നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിന്നു, ഞാൻ പറയണു എനിക്ക് മാത്രം നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ എനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം എനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറയും നീതി നിഷേധമായി പോയി. എന്നോടൊരു നീതി, മറ്റുള്ളവരോട് വേറൊരു നീതി, എനിക്ക് നീതി നിഷേധിച്ചിരിക്കുന്നു. ഇതാണ് നീതി. സമൂഹത്തിലെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, അവസരങ്ങൾ ലഭ്യമാകുമ്പോൾ അവിടെ നീതി നടപ്പായി എന്ന് പറയാം. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നീതി നടപ്പാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ നിയമവാഴ്ചയിലൂടെയാണ്. റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയിലൂടെ, അതായത് നമ്മുടെ നിയമം നടപ്പാക്കുന്നതിലൂടെ, നിയമത്തിലൂടെ നമുക്ക് നീതി നടപ്പാക്കാൻ കഴിയും. നീതി 3 തരമുണ്ട്, അതുകൂടെ നമ്മളൊന്ന് പഠിക്കണം. സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി.
അപ്പം നീതിയെ തന്നെ മൂന്നായി നമുക്ക് വീണ്ടും തിരിക്കാം. നോക്കൂ, സാമൂഹ്യനീതി, സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യനീതി എന്ന് പറഞ്ഞാൽ ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, പ്രദേശ വ്യത്യാസം പാടില്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പ്രദേശത്തിൻ്റെ ഒന്നും ഒരു വ്യത്യാസവും വരുത്താൻ പാടില്ല. ഇതിലൊന്നും ഈ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ പാടില്ല ജനങ്ങളെ. സാമൂഹ്യനീതി ഉറപ്പുവരുത്തണമെങ്കിൽ ആ സമൂഹത്തിൽ ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, പ്രദേശ വ്യത്യാസം പാടില്ല എന്നൊരവസ്ഥ ഉണ്ടാകണം. അതാണ് സമൂഹത്തിൽ എല്ലാവർക്കും നീതി കിട്ടിയെന്ന് പറയുന്നത് അങ്ങനെയാണ്. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ സ്ത്രീ പുരുഷ വ്യത്യാസമോ പ്രദേശ വ്യത്യാസമോ ജന്മദേശമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കണം. മനസ്സിലാകുന്നുള്ളൂ സാമൂഹ്യനീതി. ഇനി സാമ്പത്തിക നീതി എന്താണ്? ഇക്കണോമിക് ജസ്റ്റിസ്. നോക്കൂ, സമ്പത്ത്, വരുമാനം എന്നിവയുടെ വിതരണത്തിൽ വിവേചനം പാടില്ല. രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്, വരുമാനം എന്നിവ തുല്യ രീതിയിൽ വിതരണം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഒരു കൂട്ടർ മാത്രം കൈയടക്കി വയ്ക്കുന്നത് സാമ്പത്തിക നീതിക്ക് വിരുദ്ധമാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ അങ്ങനെയൊക്കെയാണല്ലേ. അദാനി, അംബാനി തുടങ്ങിയ കോർപ്പറേറ്റിൻ്റെ കൈകളിലാണ് നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും. അത് നല്ലതല്ലെന്നാണ് പറയുന്നത്. അത് സാമ്പത്തിക നീതിക്ക് വിരുദ്ധമാണ്. രാജ്യത്തിൻ്റെ സമ്പത്തും വരുമാനവും എല്ലാ ജനങ്ങളിലും വിതരണം ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ സാമ്പത്തിക നീതി ഉറപ്പുവരുന്നത്. അതാണ് സാമ്പത്തിക നീതി. ഇനി രാഷ്ട്രീയ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാകാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാകാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ അവകാശമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു, അതുപോലെ ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങളെ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നു, എന്നെ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ട്, എനിക്ക് അവകാശമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് എന്നോടുള്ള എന്ത് നീതി നിഷേധമാണ്? പൊളിറ്റിക്കൽ ജസ്റ്റിസ് നിഷേധിക്കുകയാണ്. രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ എന്താണ്? എനിക്ക് അർഹതയുണ്ടായിട്ടും ബോധപൂർവം എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പതുക്കെ ഒഴിവാക്കുന്നു. അതൊക്കെ പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ് ആണ്, അന്യായമാണ്, രാഷ്ട്രീയ അന്യായം കാണിക്കലാണ്. അത് പാടില്ല. രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാകാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നീതി. ഈ മൂന്ന് നീതിയും ഇന്ത്യ കടം വാങ്ങിയത് ഇവിടെ നിന്നാണ്. നീതി, ജസ്റ്റിസ് എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത്, അതും കൂടെ പഠിച്ചോളൂ, അതിവിടെ കൊടുത്തിട്ടില്ല, അതും കൂടെ ഓർമ്മിച്ചോളൂ. അത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. റഷ്യൻ റവല്യൂഷൻ, റഷ്യയിൽ നിന്നെന്നോ റഷ്യൻ വിപ്ലവത്തിൽ നിന്നോ പറയണം നീതി കടം വാങ്ങിയത്. എന്നാൽ ഇനി പഠിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അത് മൂന്നും കടം വാങ്ങിയത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്, ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. അപ്പോൾ റഷ്യയിൽ നിന്നാണ് നീതി കടം വാങ്ങിയതെങ്കിൽ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമ്മൾ കടം വാങ്ങിയത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഈ നോട്ടിലില്ലാത്ത ചില കാര്യങ്ങളും കൂടെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് ക്ലാസ് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇതിനോടൊപ്പം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചാൽ കൂടുതൽ ഗുണകരമാകും. അല്ലാതെ ഇപ്പം നമ്മൾ എല്ലാം അങ്ങനെ നോട്ടിൽ ഇങ്ങനെ ഒൺ ബൈ ഒണ്ണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അറിയാമോ? പലപ്പോഴും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ഓർമ്മ വരുന്ന, അതിൽ നിന്നുള്ള പോയിന്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് ക്ലാസ് ആവർത്തിച്ച് കണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും ഈ ഏരിയയിൽ നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പം നീതി പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ. ഇനി സ്വാതന്ത്ര്യം എന്താണോ? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, വിശ്വസിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആവിഷ്കരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. വിശ്വസിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആവിഷ്കരിക്കാനും ഉള്ള അവകാശത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. അതാണ് സ്വാതന്ത്ര്യം. ഇതിൻ്റെയൊക്കെ ഉള്ളൊരു അവകാശം. എനിക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കുവാനും ഇഷ്ടമുള്ള ആശയത്തിൽ വിശ്വസിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും ആവിഷ്കരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിൽ അതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ അവകാശത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. ഏത് ദൈവത്തിൽ വിശ്വസിക്കാനും ആരാധിക്കുവാനും പ്രവർത്തിക്കാനും ആവിഷ്കരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഭാഗത്തോടും വിവേചനം പാടില്ല, ആരെയും മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കുമ്പോഴാണ് അവിടെ സമത്വം ഉണ്ടാകുന്നത്. അതും ഭരണഘടന അനുശാസിക്കുന്നു ആമുഖത്തിൽ.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് സാഹോദര്യം. അതാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമെന്ന് പറയുന്നത്. സാഹോദര്യം എന്ന് പറഞ്ഞാൽ ഒരുമ എന്ന വികാരമാണ്. ശരിക്ക് ഒരുമ, ഒന്നസ് എന്ന് പറയുന്ന, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ കൂടി, അയൽവക്കക്കാരെ കൂടി അല്ലെങ്കിൽ അവരിനെ കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് അവിടെ സാഹോദര്യം പ്രകടമാകുന്നത്. ആ സാഹോദര്യം നമ്മളെ എന്തിലേക്ക് നയിക്കുമെന്നറിയാമോ? വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നു. വ്യക്തികൾ പരസ്പരം സാഹോദര്യത്തോടെ പെരുമാറുമ്പോൾ വ്യക്തികളുടെ അന്തസ്സ് ഉയരുന്നു. അത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നു. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. സാഹോദര്യത്തിലൂടെ എന്താണ് നടപ്പാക്കപ്പെടുന്നതെന്ന് വെച്ചാൽ വ്യക്തികളുടെ അന്തസ്സ് ഉയരുന്നു, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നു സാഹോദര്യത്തിലൂടെ. ഇത്രയുമാണ് നമ്മുടെ ആമുഖത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ. ഇതെല്ലാം നമ്മൾ പഠിച്ചു വച്ചേ മതിയാകും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളേവ? ആമുഖത്തിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട വാക്കുകൾ ഏതാണ്? കീവേഡ്സ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ച ആദ്യത്തെ 5 വാക്ക് പ്ലസ് ഇപ്പോഴത്തെ 4 വാക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ മതി. പരമാധികാരം, സ്ഥിതി സമത്വം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്ക്, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ 9 വാക്കുകൾ സിമ്പിളാണ്. നമ്മൾ പഠിച്ചെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ ഈ 9 വാക്കുകളാണ് ആമുഖത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, കീവേഡ്സ് എന്നറിയപ്പെടുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ നിങ്ങൾ പഠിക്കണം. പ്രിയാമ്പിൾ ഈസ് നോൺ ജസ്റ്റിസിബിൾ. ആമുഖം ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറഞ്ഞാൽ ആമുഖം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ആമുഖത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. നോൺ ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞാൽ നോട്ട് എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ. കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങളിനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ന്യായവാദത്തിന് അർഹമല്ലാത്ത 3 കാര്യങ്ങൾ പഠിക്കും. ആമുഖം, മാർഗനിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ. ഇത് 3ഉം ന്യായവാദത്തിന് അർഹം അല്ല. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ ജസ്റ്റിസിബിൾ ആണെന്നും പഠിക്കും. കാരണം മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയിലൂടെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഒരു പൗരൻ്റെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഇന്ത്യൻ ഭരണഘടനയിലെ 226 വകുപ്പ് പ്രകാരം അയാൾക്ക് ഹൈക്കോടതിയിലോ 32 വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയിലോ പോകാം. റിട്ടുകളിലൂടെ അത് നേടിയെടുക്കാൻ അവകാശമുണ്ട്. എന്നാൽ ആമുഖം ന്യായവാദത്തിന് അർഹമല്ല, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഇനി വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. PSCയുടെ സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ആണ്. ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി ഏത്? ആമുഖത്തിൽ ഒരൊറ്റ തീയതി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം. അതാണ് 1949 നവംബർ 26. 1949 നവംബർ 26 അതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി. ഈ ഒരു തീയതി അല്ലാതെ മറ്റൊരു തീയതിയും ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് പഠിക്കണം. സ്ഥിരം ചോദ്യമാണ്. ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം, നിലവിൽ വന്ന ദിവസമല്ല. അത് 1950 ജാനുവരി 26 അതല്ല, അംഗീകരിക്കപ്പെട്ട ദിവസം 1949 നവംബർ 26. അതുകൊണ്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമെന്നും ദേശീയ നിയമദിനമെന്നും ദേശീയ ക്ഷീരദിനം എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അസംബ്ലി ടോപ്പിക്കിലൊക്കെ നമ്മളത് വിശദമായി പറഞ്ഞതാണ്. അതൊക്കെ ഒന്ന് പഠിച്ചുകൊള്ളുക. ഇനി ആമുഖ പേജ് തയ്യാറാക്കിയതാര്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര് എന്ന് ചോദിച്ചാൽ അത് നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസ്. എന്നാൽ ആമുഖ പേജ് തയ്യാറാക്കിയതാര് എന്ന് ചോദിച്ചാൽ അത് നന്ദലാൽ ബോസിൻ്റെ അടുത്ത ശിഷ്യനായ ബിയോഹർ മനോഹർ സിൻഹ, റാം മനോഹർ സിൻഹ. നിങ്ങൾ റാം മനോഹർ സിൻഹ എന്ന് പഠിച്ചാലും മതി. പൂർണ്ണമായ പേര് ബിയോഹർ റാം മനോഹർ സിൻഹ. അദ്ദേഹമാണ് ആമുഖ പേജ് തയ്യാറാക്കിയത്. ക്ലിയർ അല്ലേ? ഇനി ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ? ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്?
വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നല്ലേ? നാം ഇന്ത്യയിലെ ജനങ്ങൾ. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. നിങ്ങൾ കേട്ടിട്ടുണ്ട്? വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ ഇങ്ങനെ തുടർന്ന് പോകുന്ന ആമുഖം ആരംഭിക്കുന്നത് നാം ഇന്ത്യയിലെ ജനങ്ങൾ. നോക്കൂ, ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറാക്കി ഇന്ത്യയിലെ ജനങ്ങൾക്കായി സമർപ്പിച്ച ഒരു കാര്യമാണ് ആമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആമുഖം ഒരു പ്രധാന പ്രീവിയസ് ചോദ്യം കൂടെ നിങ്ങൾ ഓർക്കണം. ജനങ്ങളാണ് അധികാരത്തിൻ്റെ പ്രധാന സ്രോതസ് എന്ന് വ്യക്തമാക്കുന്നത് ഭരണഘടനയിൽ എവിടെയാണ്? ആമുഖത്തിലാണ്. ആമുഖമാണ് ജനങ്ങളാണ് അധികാരത്തിൻ്റെ സ്രോതസ്, ജനങ്ങളാണ് അധികാരത്തിൻ്റെ പ്രധാന സ്രോതസ് എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ഭാഗമേത്? ആമുഖം എന്ന് പറയണം. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അവിടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങണമെന്ന് പറഞ്ഞല്ലോ. വി ദി പീപ്പിൾ ആരുടെ കൃതിയാണ്? ഒരാളുടെ പ്രസിദ്ധമായ കൃതിയാണ് വി ദി പീപ്പിൾ. എന്നെ പൾക്കിവാല എഴുതിയ കൃതിയാണ് വി ദി പീപ്പിൾ. അത് പിന്നീടൊരു അവസരത്തിൽ നമുക്ക് പറയാം. ഇപ്പം ഞാൻ എന്നോടൊപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ഓർക്കാൻ എളുപ്പമുണ്ട്. അപ്പം ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ? വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. നാം ഇന്ത്യയിലെ ജനങ്ങൾ. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം തെറ്റ്, നിയമവിരുദ്ധം, അപകടകരം എന്നൊക്കെ വിമർശിച്ച ഒരാളിൻ്റെ പേര് നമ്മൾ പറഞ്ഞല്ലോ, മുകുന്ദ് രാം റാവു ജയകർ. അതുപോലെ ഒരാളെ പേര് ഇവിടെയും പഠിക്കണം. അതായത് ആമുഖം എങ്ങനെ ആരംഭിക്കണം എന്ന ചർച്ച വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആമുഖം ആരംഭിക്കേണ്ടത്, ഒരുപാട് പേര് പറഞ്ഞു വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങളെന്ന് തുടങ്ങിയാൽ മതി. പക്ഷേ വേറൊരാൾ പറഞ്ഞു നടക്കില്ല. ആമുഖം ആരംഭിക്കേണ്ടത് ദൈവനാമത്താൽ, ഇൻ ദി നെയിം ഓഫ് ഗോഡ് എന്ന് തന്നെ തുടങ്ങണം എന്നൊരാൾ നിർബന്ധം പിടിച്ചു. പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു ദൈവനാമത്താൽ എന്ന് തന്നെ തുടങ്ങണം, ഇല്ലെങ്കിൽ നടക്കൂല, ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പേരോടെ കൂടിയെന്ന് വിചാരിച്ചോളുക. അങ്ങനെ വലിയ തർക്കം വന്നു. അവസാനം വോട്ടിനിട്ടാണ് തീരുമാനമെടുത്തത്. ഭൂരിഭാഗം പേരും പറഞ്ഞത് നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങിയാൽ മതി എന്ന്. അങ്ങനെ അപ്പം മറ്റേ വ്യക്തിയുടെ പേരൂടെ നമ്മൾ പഠിക്കണ്ടേ? ആമുഖം ആരംഭിക്കേണ്ടത് ദൈവനാമത്താൽ എന്ന വാക്കുപയോഗിച്ചായിരിക്കണമെന്ന് വാശി പിടിച്ച ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാര് എച്ച്.വി. കാമത്ത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം തെറ്റ് എന്ന് പറഞ്ഞത് മുകുന്ദ് രാം റാവു ജയകർ ആയിരുന്നുവെങ്കിൽ ആമുഖം ആരംഭിക്കേണ്ടത് ദൈവനാമത്താൽ എന്ന പദം ഉപയോഗിച്ചായിരിക്കണമെന്ന് വാശി പിടിച്ചത് എച്ച്.വി. കാമത്ത് എന്ന് പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരംഗമാണ്. ക്ലിയർ അല്ലേ? അതും ഓർത്തു വെച്ചോളുക. അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആമുഖത്തിൻ്റെ അവസാന ഘട്ടം. ആമുഖത്തിന് ചില വിശേഷണങ്ങളുണ്ട്, അതുകൂടി നമ്മൾ പഠിക്കാം. ഓരോരുത്തർ അവരുടെ രീതിക്കനുസരിച്ച് ആമുഖത്തിന് ചില വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ആമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ. ആദ്യം നമ്മുടേതായൊരു വിശേഷണം ഒന്ന് പറയുക. ആമുഖം ഭരണഘടനയുടെ മനസാക്ഷി എന്നും അറിയപ്പെടുന്നു. അതാരുടെയും പേര് വെച്ച് പറയേണ്ട, അതൊരു വിശേഷണമുണ്ട്. ആമുഖത്തെ ഭരണഘടനയുടെ മനസാക്ഷി എന്നും വിളിക്കാം. ഇനി ഓരോരുത്തരുടെ വിശേഷണങ്ങൾ പറയാൻ പോവുകയാണ്. ഒരാൾ 3 രീതിയിലാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണെന്ന് പറഞ്ഞു, താക്കോലാണെന്ന് പറഞ്ഞു, ഭരണഘടനയുടെ രത്നമാണെന്ന് പറഞ്ഞു. 3 ഒരാളാണ് പറഞ്ഞത്. പ്രിയാമ്പിൾ ഈസ് ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ ഈസ് ദി കീ ടു കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ ഈസ് ദി ജുവൽ സെറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ്, താക്കോലാണ്, രത്നമാണ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ്, പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവാണ് പറഞ്ഞത്. അപ്പോൾ പരീക്ഷ ചെല്ലുമ്പോൾ ആമുഖം ഭരണഘടന ആത്മാവെന്ന് വിശേഷിപ്പിച്ചതാര്? താക്കൂർദാസ് ഭാർഗവ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചതാര്? താക്കൂർദാസ് ഭാർഗവ്. ആമുഖം ഭരണഘടന രത്നമാണെന്ന് വിശേഷിപ്പിച്ചതാര്? താക്കൂർദാസ് ഭാർഗവ്. ക്ലിയർ അല്ലേ?
ഇനി നോക്കൂ, രണ്ടും കൂടെ ചേർത്ത് ഒരാൾ പറഞ്ഞു, ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ആമുഖം ഭരണഘടന ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് ആര്? നമ്മൾ പഠിച്ചെന്താണ്? താക്കൂർദാസ് ഭാർഗവ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ഓപ്ഷനിലില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ ആൻസറായി വന്നത് ജവഹർലാൽ നെഹ്റു. കാര്യം എന്താണ്? അദ്ദേഹവും പറഞ്ഞു ആത്മാവെന്ന്. അതുപോലെ താക്കോല് എന്ന് പറഞ്ഞിട്ട് താക്കൂർദാസ് ഭാർഗവിൻ്റെ പേരില്ലെങ്കിൽ അവിടെയും നമുക്ക് പരിഗണിക്കാം ജവഹർലാൽ നെഹ്റു, കാരണം അദ്ദേഹം അതും പറഞ്ഞു. അപ്പോൾ ആമുഖം ഭരണഘടന ആത്മാവാണ്, താക്കോലാണ്, രത്നമാണ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ആത്മാവാണെന്ന് വേറൊരാളും പറഞ്ഞു, ആത്മാവാണെന്ന് രണ്ടു മൂന്ന് പേര് പറഞ്ഞു കേട്ടോ. പക്ഷേ ഫസ്റ്റ് പരിഗണന കൊടുക്കേണ്ടത് താക്കൂർദാസ് ഭാർഗവ്. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതാവും. അദ്ദേഹത്തിൻ്റെ പേരില്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞോളൂ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരും ഇല്ലെങ്കിൽ വേറൊരാളും പറഞ്ഞു. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ആമുഖം അമേരിക്കൻ ഭരണഘടനയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമാണ്. നോക്കൂ, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം. അല്ല, അത് ഭരണഘടനയുടെ ആത്മാവാണ് പറഞ്ഞത് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള, സുപ്രീം കോടതിയുടെയൊക്കെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ളയാണ് പറഞ്ഞത്. ആമുഖം അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമാണ്, ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആത്മാവാണ്. അപ്പോൾ ആത്മാവെന്ന് മൂന്ന് പേര് പറഞ്ഞു, താക്കൂർദാസ് ഭാർഗവ്, ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് ഹിദായത്തുള്ള. പക്ഷേ ഇത് ചോദിച്ചാൽ ഉത്തരം എഴുതേണ്ട താക്കൂർദാസ് ഭാർഗവാണെന്ന്. അതില്ലെങ്കിൽ മാത്രം ജവഹർലാൽ നെഹ്റു എന്ന് എഴുതിക്കോളൂ, അദ്ദേഹം ഇല്ലെങ്കിൽ മുഹമ്മദ് ഹിദായത്തുള്ള എന്ന് എഴുതിക്കോളൂ കേട്ടോ. ആരെങ്കിലും ഒരാളെ പേരേ കാണുള്ളൂ. ഇനി മൂന്ന് പേരെ പേര് വന്നാലും ഈ ഓർഡർ മനസ്സിൽ വെച്ചോളുക. മൂന്ന് പേരെ പേര് വന്നാലും താക്കൂർദാസ് ഭാർഗവ് എന്ന് തന്നെ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം. ഐഡന്റിറ്റി കാർഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം എന്ന് പറഞ്ഞത് എന്നെ പൾക്കിവാലയാണ്. ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് പറഞ്ഞതാരാണ്? എന്നെ പൾക്കിവാല. ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൾക്കിവാല. ക്ലിയർ ആയല്ലോ? ഇനി ആമുഖം ഭരണഘടനയുടെ കീ നോട്ടാണ്. ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. കീ നോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എസൻസ് ആണ്, അതിൻ്റെ പ്രധാന ഭാഗമാണ്. ഭരണഘടനയുടെ ഒരു എസൻസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ കാതലായ ഭാഗമാണ്, കീ നോട്ടാണ് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ് ആ വിശേഷണം നടത്തിയത്. അപ്പോഴൊരാൾ പറഞ്ഞു, ഇതാണ് ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം, പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത് KM മുൻഷി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗമൊക്കെ ആയിരുന്ന KM മുൻഷിയാണ് പറഞ്ഞത്. പ്രിയാംബിൾ ഈസ് ദി പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ശ്രദ്ധിക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ്. തീർന്നില്ല. ഇന്ത്യക്കാരൻ്റെ ദീർഘകാല സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ആമുഖം. ഒരാൾ പറഞ്ഞു, ഇന്ത്യക്കാരൻ ദീർഘകാലമായി സ്വപ്നം കാണുന്നതിൻ്റെ സാക്ഷാത്കാരമാണ്, ഇന്ത്യക്കാരൻ്റെ ദീർഘകാല സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ആമുഖം എന്ന് പറഞ്ഞത് അലാഡി കൃഷ്ണസ്വാമി അയ്യർ. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ആമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്തൊക്കെയാണ്? ഒന്ന് ഓർത്തോളൂ. പൊതുവായൊരു വിശേഷണം നമ്മൾ പറഞ്ഞത് മനസ്സാക്ഷി, ഭരണഘടനയുടെ മനസ്സാക്ഷി. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ്, താക്കോലാണ്, രത്നമാണ്. ആര്? താക്കൂർദാസ് ഭാർഗവ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് ജവഹർലാൽ നെഹ്റു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് സമാനമാണ് ആമുഖം. ആമുഖം ഭരണഘടന ആത്മാവാണ് എന്നുകൂടി പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ആമുഖം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് എന്ന് പറഞ്ഞത് എന്നെ പൾക്കിവാല അല്ലേ? ആമുഖം
ഭരണഘടനയുടെ കീ നോട്ടാണ് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത് KM മുൻഷി. ഇന്ത്യക്കാരൻ്റെ ദീർഘകാല സ്വപ്നങ്ങളുടെ പ്രകാശനമാണ് ആമുഖമെന്ന് പറഞ്ഞത് അലാഡി കൃഷ്ണസ്വാമി അയ്യർ. ഇത്രയും ഭംഗിയായി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ക്ലിയർ അല്ലേ? അപ്പോൾ ആമുഖത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. അപ്പോൾ സുഹൃത്തുക്കളെ, ആമുഖം എന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നന്നായി പഠിക്കുക. ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കൺമുമ്പിൽ വന്നു നിൽക്കുന്ന അവസരങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരുപാട് അവസരങ്ങളാണ്, അധ്യാപകരാകാനുള്ള വലിയ വലിയ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. അധ്യാപകരാകുക എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്യോഗം നേടുക എന്നത് തന്നെയാണ്. നോക്കൂ, ഏത് ജോലിയാണ് നല്ലത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് എല്ലാ മേഖലകൾക്കും പ്രസക്തിയുണ്ട്, പ്രാധാന്യവുമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ, എന്നോടാരെങ്കിലും ചോദിക്കുകയാണ് ഏറ്റവും നല്ല ജോലി ഏതാണ് സമൂഹത്തിൽ എന്ന് ചോദിച്ചാൽ ഞാൻ ഒട്ടും ആലോചിക്കാതെ പറയും അധ്യാപകനാകുക അല്ലെങ്കിൽ അധ്യാപികയാകുക. അത് തന്നെയാണ് ഏറ്റവും മഹത്തരമാണെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും. അത് ഞാനൊരു അധ്യാപകനായതുകൊണ്ട് പറയുകയല്ല, കുഞ്ഞുനാളിലെ എൻ്റെ സ്വപ്നവും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മകനെയും ഞാൻ ഒരു അധ്യാപകൻ തന്നെയാക്കി മാറ്റി. അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നു ആ ഒരു തൊഴിലിനോട്. കാരണം അതിൻ്റേതായ മഹത്വമുണ്ട്. നിങ്ങൾക്ക് അത് നേടാനുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ, ആ ആഗ്രഹം ദൃഢമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേടുക തന്നെ ചെയ്യും, ഉറപ്പാണ്. നോക്കൂ, നമുക്കറിയാലോ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ ഒരു നക്ഷത്രമായി തന്നെ തിളങ്ങിയുന്ന ആളാണ് അന്തരിച്ചു പോയ സുകുമാർ അഴീക്കോട്. അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം അധ്യാപകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, നോവലിസ്റ്റായിരുന്നു, പ്രഭാഷകനായിരുന്നു, നിരൂപകനായിരുന്നു. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചാൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു പത്രക്കാരൻ ചോദിച്ചു, അങ്ങ് ബഹുമുഖ പ്രതിഭയാണല്ലോ, അങ്ങ് എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, അധ്യാപകനാണ്, നിരൂപകനാണ്, ഇതിൽ ഏത് പേരിൽ അറിയപ്പെടാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ഒട്ടും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, അധ്യാപകനാകാൻ, അധ്യാപകൻ എന്ന പേരിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിലപ്പുറം എനിക്കതിനെക്കുറിച്ച് പറയാനില്ല. അതിൻ്റെ മഹത്വം അത് തന്നെയാണ്. എല്ലാവർക്കും നേടാനാകട്ടെ. സമൂഹത്തിൻ്റെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഏറ്റവും മഹത്തരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും ഭംഗിയായി നിറവേറ്റാനും നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ. അതിന് കാലം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സഹകാരി റൈസ് പ്ലസിൻ്റെ ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അതിനായി പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.